എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിവിടെ സുഖമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു സന്തോഷം അതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ തീ കത്തിക്കുകയാണ്. തീ കത്തിച്ചിട്ട് പിന്നെ ഞാൻ ഗ്യാസിലാണ് ഇന്ന് ചായയും കടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നും ഈ മൺകലത്തിൽ തന്നെയാണ് കേട്ടോ അടുപ്പിൽ കത്തിച്ച് ഉണ്ടാക്കാറുള്ളത്. ഇതാവുമ്പോൾ തേച്ച് കഴുകാനും നമുക്ക് എളുപ്പമാണല്ലോ. അങ്ങനെ ഇതാ തീയൊക്കെ നന്നായിട്ട് കത്തിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ സമയം നമുക്ക് ചായയും കടി ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ടിട്ടുള്ള നീർദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല കൂട്ടുകാർ പുതുതായിട്ട് വന്ന് വീഡിയോസ് കാണുന്നും ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതാ ചായക്കും കുടിക്കാനൊക്കെ ഉള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞ് അടുക്കള കേട്ടോ. ഈ വാടക വീട്ടിലെ അടുക്കളയാണത്. ഇതിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടുക്കളയും ചെറുതാണ്. നന്നായിട്ട് പിന്നെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് ചുമരൊക്കെ. എന്നാലും ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. പിന്നെ ഇതൊക്കെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. നോമ്പ് ആവുന്ന സമയത്ത് ആവുന്നതിന് മുന്നേ അടിച്ചെടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ മുരിങ്ങയില ഉണ്ട്. മുരിങ്ങയില താളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊക്കെ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കുടിക്കാനുള്ള വെള്ളം ഇത് കുറച്ചധികം നിറയെ ഞാൻ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളം കുറച്ച് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിലേക്ക് തന്നെ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഈ വിറകടുപ്പിൽ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. അതിനൊക്കെ കാരണം നിങ്ങളാണ് കേട്ടോ. നമ്മുടെ ആദ്യമൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരുന്നു ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയിലൊരു വ്ളോഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറി വന്നാൽ ഒരു 100-200 അത്രയൊക്കെ വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു വിറകടുപ്പിലെ പാചകവും കുക്കിങ്ങും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എടുക്കുക വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ആദ്യത്തിനേക്കാൾ ഇത്തിരി വ്യൂസ് എനിക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് കേട്ടോ മനസ്സിന്. ഒരുപാടില്ല, എന്നാലും നമ്മൾ മുമ്പ് ഇടുന്ന വീഡിയോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അതിനേക്കാളും വ്യൂസ് ഇത്തിരി കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമുക്കതെന്തായാലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ വീഡിയോസ് വന്ന് കാണുന്നതെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. മുരിങ്ങയിൽ താളിക്കാൻ വേണ്ടിയിട്ട് കാന്താരിമുളകും കൊച്ചുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മുരിങ്ങേൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേറിപ്പോയിട്ടുണ്ടെങ്കിലും മുരിങ്ങയില കഴിക്കും, എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് അത്രയും മതിയിട്ട് അപ്പോഴേക്കും മുരിങ്ങയില ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇന്നത്തെ ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ഒരു അടുക്കള ഭാഗം കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാടക വീട് കാണിക്കുമെന്നൊക്കെ. വീട് ഞാൻ പിന്നൊരു ദിവസം കാണിക്കാം. ഇപ്പം നമ്മുടെ അടുക്കളയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാവും മുരിങ്ങയിലേക്ക്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ ചൂതമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണം വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കഴുകിയിട്ട് മസാലയൊക്കെ തേച്ചിട്ട് വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഈ ഒരു അലുമിനിയം കലത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ മംഗലമൊന്നുമില്ല. പിന്നെ കറി വെക്കുന്ന കലമാണ്, അപ്പോൾ അതിൽ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉപയോഗിക്കുന്ന സോപ്പ് വിമ്മല്ല. വിമ്മ് എനിക്ക് കൈക്ക് ചെറിയ അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ആ ഒരു വിമ്മ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി കൈയിൻ്റെ ഉള്ളിലൊക്കെ ഒരു തൊലി പോയ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെയാണ് ഈ ഒരു സോപ്പ് വീട്ടിൽ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇത് നമ്മൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ നല്ലതുപോലെ തിളങ്ങാനും അതുപോലെ തന്നെ എണ്ണമയം ഒട്ടും ഇല്ലാണ്ട് നമ്മളെ പാത്രം നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ആ ഒരു സോപ്പാണത്.
ഇതിൻ്റെ കളറ് ഇങ്ങനെയാണ്. പക്ഷേ നല്ല പതയൊക്കെ ഉണ്ട്. പാത്രത്തിൽ എണ്ണമയോ അതുപോലെ തന്നെ കരി പിടിച്ച ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും തേച്ചിറക്കി കഴുകേണ്ട. ഇതിൻ്റെ അടിഭാഗം എന്തായാലും നമ്മൾ കരി പിടിക്കുമല്ലോ. കൈക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഈ ഒരു സോപ്പ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. മുരിങ്ങയിലുണ്ട്, 2 കാന്താരി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൽ. നല്ല എരിവുള്ള കാന്താരി മുളകാണ് കടിച്ച് ചോറ് തിന്നാനായിട്ട്. നല്ല എരിവല്ല, അപ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ തിന്നതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അടിച്ചു വാരി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. നമ്മുടെ അടുക്കളയാണത്. ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല, ഉള്ള സൗകര്യത്തിൽ നിലയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എന്നും ഇടാറുണ്ട്. പക്ഷേ ചുമരിൻ്റെ കളറൊന്നും കണ്ടിട്ട് നിങ്ങളെന്താണ് ഇത് വൃത്തിയില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഈ ഒരു ലൈറ്റ് ഇതിൻ്റെ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു താഴത്തൊരു ലൈറ്റ് പിടിപ്പിച്ചതാണ്. ഇവിടെ വെച്ചാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത്. ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ ഈ ഒരു മേശമേൽ വെച്ചിട്ടാണ് അധികം ഉണ്ടാക്കാറുള്ളത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലൊരു ബെഞ്ചിലും, അതുപോലെ തന്നെ നമ്മൾ തുണിയൊക്കെ വെച്ച ഒരു പഴയ അലമാര ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ തുണി വെക്കാൻ പറ്റാണ്ടായപ്പോൾ പാത്രങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം മുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാറാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.